ഭാരതീയ സംസ്കാരത്തിൽ സന്യാസി വര്യന്മാരുടെ പങ്ക് വളരെ വലുതാണ്. സ്വാമിജി, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. നമസ്തേ. നമസ്തേ. ഈ പറയുന്ന സ്വാമിജിമാർക്ക് അല്ലെങ്കിൽ സന്യാസി വര്യന്മാർക്ക് സാധാരണ രീതിയിലുള്ള ജനങ്ങളുമായിട്ട് എന്താണ് കൊടുക്കാൻ കഴിയുക? സാധാരണ മിക്ക സ്വാമിജിമാരോടും സംസാരിക്കുമ്പോഴും ഒരുപാട് പ്രമാണങ്ങളും ഒരുപാട് വേദങ്ങളുമാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ പ്രമാണങ്ങൾ ദഹിക്കണമെന്നില്ല, എല്ലാവർക്കും ഈ വേദം പഠിക്കാൻ പറ്റണമെന്ന് തന്നെ ഇല്ല. അല്ലെങ്കിൽ ആത്മീയ തലങ്ങളിലേക്ക് വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവർ പോലും അറിയാതെ ഗുരുത്വത്തിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് അവർ വേദങ്ങൾ പഠിക്കാം. പക്ഷേ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ നമ്മുടെ ജീവിതചര്യയിലേക്ക് കൊണ്ടുവരുന്ന കാലങ്ങൾ മുൻപ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഇടക്കാലങ്ങൾ കൊണ്ട് അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഭഗവത്ഗീതയെ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാധാരണ സ്വാമി അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് ഒരു സ്വാമിജിക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും? എന്തൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒന്ന് പറയാമോ? നമസ്തേ. നമസ്തേ. വളരെ മനോഹരമായ ഒരു ചോദ്യമാണ്. ഇതിന് എക്സാമ്പിളായി നമുക്കെടുത്ത് കാണിക്കാൻ സാധിക്കുന്ന ഒരു മഹാഗുരു പൂജനീയ ഗുരുനാഥൻ ജ്ഞാനാനന്ദ സരസ്വതി മഹാരാജാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അതെടുത്തു നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് വളരെ ശ്രേഷ്ഠമായ എഴുത്തുകൾ അതിലൂടെ അദ്ദേഹം നമുക്ക് ബോധിപ്പിച്ചു തരുന്നുണ്ട്. വേദങ്ങളും വേദാന്തങ്ങളുമൊക്കെ അദ്ദേഹം എടുക്കുമെങ്കിലും വളരെ സിമ്പിളായി നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങയുടെ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം അതല്ല. ആ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനം ഏത് രീതിയിലാണ് ആത്മീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് സനാതന സംസ്കാരം കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം ഈ പറയുന്ന വേദവും വേദാന്തവുമെല്ലാം വേണ്ടുന്ന വിധത്തിൽ ജനത്തിനിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ആത്മീയ ഗുരുക്കന്മാർക്ക്, ആചാര്യന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം പഠിപ്പിക്കേണ്ട വിധത്തിൽ അതിനെ പഠിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ രാമായണം വളരെ ശ്രേഷ്ഠമായ ഒരു കാവ്യമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു മഹാകാവ്യമാണ് രാമായണം. ആ രാമായണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയാതെ നിത്യവും രാമായണം പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം കർക്കിടക മാസമായാൽ, ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നു, നമ്മൾ രാമായണം പാരായണം ചെയ്യും. കർക്കിടക മാസത്തിൽ മാത്രമാണ് രാമായണം പാരായണം ചെയ്യേണ്ടതെന്ന ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഒരു ഗൃഹമാണല്ലോ പിന്നീട് ഒരു സമൂഹമായും, ആ സമൂഹമാണ് ഒരു രാഷ്ട്രമായും ഒക്കെ മാറുന്നത്. അപ്പോൾ ഒരു ഗൃഹത്തിൽ ഒരച്ഛൻ എന്തായിരിക്കണം, അമ്മ എങ്ങനെയുള്ളവളായിരിക്കണം, ഒരു സഹോദരൻ, സഹോദരി, ഭാര്യ, എന്തിന് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് എങ്ങനെയുള്ളവനായിരിക്കണം, ആരെയാണ് സുഹൃത്തായി കൂടെ കൂട്ടേണ്ടത്, ഗുരുക്കന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ യഥാർത്ഥമായ ഒരു ഭരണഘടന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് രാമായണമാണ്. അത്രയേറെ ശ്രേഷ്ഠമാണ് രാമായണം. ഉമാമഹേശ്വര സംവാദത്തിൽ കൈലാസനാഥനായ ശ്രീ ഭഗവാൻ, ശിവൻ ഭഗവാനോട് പാർവതീദേവി ചോദിക്കുന്നുണ്ട്, ശ്രീരാമദേവ തത്വം എനിക്ക് ഉപദേശിച്ചിടണം. തത്വമാണ് അവിടെ ചോദിക്കുന്നത്, കഥയല്ല. നമ്മൾ കഥയാണ് പറയുന്നത്. ഭാഗവത സപ്താഹ യജ്ഞങ്ങളിൽ അവിടെ ജ്ഞാനം പരമഗുഹ്യം യജ്ഞാന സമന്വിതം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ഭാഗവതത്തിൽ പോലും നമ്മൾ തത്വബോധം നടത്തുന്നില്ല. കഥ പറഞ്ഞ് കഥയില്ലാത്തവരായി തീർന്ന ഒരു സമൂഹമാണ് നമുക്കിടയിൽ. അപ്പോൾ ഈ പുരാണങ്ങൾ, ഭഗവത്ഗീതയാവട്ടെ, ഭാഗവതമാകട്ടെ, രാമായണമാകട്ടെ, ഉപനിഷത്തുക്കളാവട്ടെ, ഏത് ഗ്രന്ഥവും നമ്മൾ അതിൻ്റെ തത്വബോധം നടത്തി പഠിപ്പിക്കാത്തതിൻ്റെയും അത് ലളിതമായ രീതിയിൽ ജനത്തെ ബോധ്യപ്പെടുത്താത്തതിൻ്റെയും കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് സനാതനധർമ്മത്തിന് ഇവിടെ കേരളത്തിൽ മാത്രം എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം ഇത്രയേറെ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഒന്നിനോടും താല്പര്യമില്ലാതെ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നന്മയും പ്രകൃതിയുടെ ക്ഷേമവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സേവ ചെയ്യുന്ന സന്യാസിമാരെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യം. ഇന്ന് ഞാനടക്കമുള്ള സന്യാസിമാർ ഈ ലോകത്തിൻ്റെതായ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അധികം സന്യാസിമാർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ സന്യാസിമാർ സാധിക്കണം. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ പറയുന്ന നമുക്കിടയിലുള്ള ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ട സന്യാസിമാരെക്കുറിച്ചും ആത്മീയ ആചാര്യന്മാരെക്കുറിച്ചും ഇപ്പോൾ ഓരോ നമുക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ കുലവ്യത്യാസങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആ കുലത്തെ ജാതിയാക്കി വേർതിരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ച് ജനത്തെ, ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് നിർത്തിയ ഒരു സാഹചര്യം. ഭിന്നിപ്പിച്ച് ഭരിച്ചാൽ ഇവിടെ കീഴടക്കാമെന്നുള്ള പലരുടെയും ആ വ്യാമോഹം, അത് ഫലവത്താകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത്തരം അപജയം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ കുലങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം സന്യാസിമാരിൽ നിന്നും ഓരോ കുലത്തിൽ നിന്നുമുള്ള ആചാര്യന്മാരിൽ നിന്നും ഒരുമിച്ച് നിന്നുകൊണ്ടുണ്ടായാൽ ഈ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന പോലെ ജാതി പറഞ്ഞ് ഹിന്ദുവിനെ ഭിന്നിപ്പിച്ച് നിർത്തിയതിനെ ജാതിക്ക് വ്യത്യസ്തമായി, ജാതിയല്ല യഥാർത്ഥമായ കുലധർമ്മമാണ് ഏറ്റവും വലുത്. ഒരു കുലത്തിലും ഇപ്പം നമ്മൾ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരൊന്നും വേദങ്ങളിൽ ഒരു സ്ഥലത്തും ഭിന്നിച്ച് താമസിച്ചതായി, ഭിന്നിച്ച് വേർപെട്ട് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കണ്ടതായിട്ട് വേദങ്ങളിൽ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മനുഷ്യനത് അങ്ങനെ ഉണ്ടാക്കി, ദുർവ്യാഖ്യാനം ചെയ്തു. ചില ശ്ലോകങ്ങളെ തെറ്റിദ്ധരണയിലൂടെ ജനത്തെ പഠിപ്പിച്ചു. അതൊക്കെ ഗൂഢമായ അജണ്ടകളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്ന് സന്യാസിമാർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായി, കുറച്ച് കാലങ്ങളായി സംസ്ഥാന സന്യാസി സഭയുടെ നേതൃത്വത്തിൽ 2004 മുതൽ സന്യാസി സഭയും അതുപോലെ മാർഗദർശക മണ്ഡൽ എന്ന സംഘടനയും സന്യാസി സംഘടനയും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നു. സന്യാസി സഭയുടെ നേതൃത്വത്തിൽ ആദിശങ്കര അദ്വൈത അഖാഡ രൂപം കൊണ്ടു. ആ അഖാഡ രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുംഭമേളകൾ കേരളത്തിൽ തന്നെ 5ഓളം സംഘടിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ആധ്യാത്മിക പഠന ക്യാമ്പുകളും ക്ലാസ്സുകളും കുലാചാരധർമ്മ പഠനങ്ങൾക്ക് വേണ്ടി ഓരോ കുലങ്ങളിൽ നിന്നും ആത്മീയ ആചാര്യന്മാരെ നയിക്കുവാൻ വേണ്ടുന്ന രീതിയിൽ സന്യാസിമാരെയും വേർതിരുത്തി അങ്ങനെ അതിനു വേണ്ടുന്ന ചുമതല കൊടുത്താക്കി. ഇപ്പോൾ എന്നെ തന്നെ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠം സ്ഥാപിച്ച് അതിൻ്റെ പീഠാധീശർ ദണ്ഡിസ്വാമിയായി ആദിശങ്കര അദ്വൈത അഖാഡയും സന്യാസി സഭയും പ്രഖ്യാപിച്ചു. അതിനുശേഷം വിശ്വകർമ്മരുടെ ഇടയിൽ, ആ ഒരു കുലത്തിനിടയിൽ എനിക്ക് സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷം. വളരെ നല്ലൊരു എന്താ പറയുക നിർവചനമാണ് താങ്കൾ കൊടുത്തത്.